മല്ലിയില, പുതിന, കറിവേപ്പിലയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളതിനെ നന്നായി തന്നെ പുതിനയാണെങ്കിൽ കറിവേപ്പിലയാണെങ്കിലും അത് തണ്ടിൽ നിന്ന് വേർപെടുത്തിയിട്ട് നല്ലോണം 2-3 വട്ടം കഴുകുക. മഞ്ഞ വെള്ളത്തിലിട്ടിട്ട് നന്നായി ഒന്ന് കഴുകി അതിലത്തെ വെള്ളം എല്ലാം തന്നെ കളയാനായിട്ട് നമ്മൾ ഒരു അരിപ്പയിലോട്ടിട്ട് വെള്ളം എല്ലാം കളഞ്ഞിട്ട് ഇതുപോലൊരു പരന്ന പാത്രത്തിൽ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. അതിൽ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായി തന്നെ പോകാനായിട്ട് നമ്മൾ ചെയ്യുക. മല്ലിയിലയാണെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകി അതിൻ്റെ വേര് ഭാഗമൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്താണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കറിവേപ്പിലയാണെന്നുണ്ടെങ്കിലും അത് തണ്ടിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഉണക്കി, അതായത് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നമ്മളിതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒരു തുണിയിൽ ടവലിൽ വിരിച്ച് വെച്ചാലും മതിയാവും. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിത് ഓരോന്നും ഒരു ബോക്സിലാക്കുക. ബോക്സിലാക്കുമ്പോൾ ബോക്സിൽ ഒരു അല്പം പോലും നനവില്ലാതെ രീതിയിൽ തുടച്ചെടുത്തതിന് ശേഷം ബോക്സിനകത്താക്കിയിട്ട് നമ്മൾ ഇത് ഫ്രീസറിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം തന്നെ ഫ്രഷായിട്ട് നമുക്ക് മല്ലിയിലയും പുതിനയും കറിവേപ്പിലയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ.